എന്റർടൈൻമെന്റ് വേണ്ടിയിട്ടുള്ളത് ആവശ്യമില്ലാർക്ക് അത് ഫോളോ ചെയ്യണ്ട, ഇഷ്ടമില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് പോവാം. പേരും ഞരമ്പന്മാരായിട്ടൊന്നും അല്ല മെസ്സേജ് അയക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ റീസൺ ആയിരിക്കും. ചിലപ്പോൾ പലരും സമയത്ത് ഉണ്ടാവണ കുറച്ച് മെസ്സേജ് ഒക്കെ വരാറുണ്ടല്ലോ, സാധാരണ നടിമാർക്കൊക്കെ ഉണ്ടാവുന്നതാണ്. ചിലർ എന്റെ മോള് കാണുന്നില്ലെന്ന്. എന്റെ മോള് തിരിച്ചു പറയും ഇത്രയും കൾച്ചറലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏതോ ലോക്കൽസ് ആണ് എന്നാ പറയുന്നത്. മോൾക്ക് ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ ഉണ്ട്, അവർക്ക് അറിയണ്ടാവില്ല. എന്റെ ഫോൺ എന്റെ ഗൂഗിൾ ഐ ഡി ആണ് അവള് യൂസ് ചെയ്യുന്നത്. എന്റെ ഫോണിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ അവളുടെ ഫോണിലും ഉണ്ട്. കാരണം ഞാനും അവളും യൂസ് ചെയ്യുന്നത് ഒരു ഫോണായിരുന്നു. എന്റെ ഫോണായിട്ട് അവള് യൂസ് ചെയ്യുന്നത്. വീട്ടില് ഇതാവോ വൈറൽ ആയതുകൊണ്ട് നിങ്ങളുടെ പേജിന് കുറച്ച് റീച്ച് കിട്ടുന്നു, നിങ്ങൾക്ക് ഇതാവുന്നുണ്ടല്ലോ, നമുക്ക് എന്താ ഗുണമുള്ളത്? അങ്ങനെ അപ്പൊ ഈ അമ്മാവനും അമ്മായി കുറച്ച് ആൾക്കാർ വന്നതിന് ശേഷമാണ് ഫേസ്ബുക്ക് ഇത്രത്തോളം ഭയങ്കരമായിട്ട് മോശമാവാൻ തുടങ്ങിയൊരു കമന്റ്. ആൾക്കാർ എന്ന് വെച്ചാൽ ഒന്ന് ക്ലീവേജോ ഒന്ന് നേവലോ ഒന്ന് വയറിന്റെ ഒന്ന് സൈഡ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവള് പിന്നെ മറിച്ചതാണ് വായിത്തോ. എനിക്ക് അത്യാവശ്യം പ്രശ്നം കാര്യങ്ങൾ എനിക്ക് താഴോട്ടൊക്കെ നടക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇന്നൊരു പിന്നെ ഇവിടെ അടുത്ത് കുത്തി വെച്ചു. കാരണം ഇനി അതിന്റെ പേരിൽ ഇനി അത് കണ്ടിട്ട് ഇനി ഓർഗാസം കൊള്ളാനും അത് കണ്ടിട്ട് ഇനി ഞാൻ പറഞ്ഞില്ല, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇന്ന് വരെ മോണിറ്റൈസേഷൻ ചെയ്തിട്ടില്ല. അതിൽ നിന്ന് ഒരു വരുമാനം ഞാൻ ഇന്ന് വരെ ഇവിടെ പോലും ഞാൻ 5 പൈസ റെമൻഡേഷൻ പറഞ്ഞിട്ടോ പൈസ ഫിക്സ് ഇതാക്കി പറഞ്ഞ അല്ല. എല്ലാവർക്കും നാളെ എടി ബോഡി ഇത് വിളിക്കാം. പൈസ കുറവാണ് 25 ആയോടാ, എന്തുവാടാ 30 കഴിഞ്ഞു. അത് എവിടെ കൊണ്ട് ലിച്ച് ഏത് വീട്ടിൽ അവര് പുള്ളിക്കാരി. അപ്പോൾ കം ടു ദ പോയിന്റ്, ബിഗ് ബോസ് സീസൺ 6 സെലക്ട് ആയിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞ ലാസ്റ്റ് ആണ്. ലാസ്റ്റ് മാത്രമേ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അതിന് മുമ്പ് 2 സീസണിൽ വിളിച്ചു, പക്ഷേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് സീസൺ പക്ഷെ എന്റെ പണിയും ഇന്റീരിയർ വർക്കും അതും കൂടി ആകെ പണി വന്നപ്പോഴത്തേക്കും അത് നീണ്ടു പോയി. അങ്ങനെയാണ്. അല്ലെങ്കിൽ ശരിക്കും അതിനുള്ളിൽ കയറി കിടക്കേണ്ടതായിരുന്നു. അല്ല, ഇനി ഈ സീസണിലേക്ക് പ്രതീക്ഷിക്കാം. ഈ സീസണിൽ ഇതുവരെ എന്നെ ആരും വിളിച്ചിട്ടില്ല. കഴിഞ്ഞതിന് മാത്രമാണ് എന്നെ വിളിച്ചത്. അത് ആൻമോൾ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിൽ നിന്ന് പുള്ളി എൻ്റെ പേര് ഓർമ്മയില്ല പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു. എന്നിട്ട് അവിടെ നിന്ന് വേറൊരു പ്രവീണാണ് പുള്ളി വിളിച്ചു. അത് കഴിഞ്ഞ ശേഷം അവർ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇതാക്കി. അപ്പം 2 പ്രാവശ്യം ഇന്റർവ്യൂവിന് എന്നെ വിളിച്ചപ്പോഴും എനിക്ക് പോകാനോ ഇതാക്കാൻ പറ്റിയില്ല. പിന്നെ അത് ഈ പണിയായിട്ട് എൻ്റെ ഇന്റീരിയർ വർക്കുമായിട്ട് ഇതായിട്ട് അത് കാരണമാണ് കഴിഞ്ഞതിന് മുമ്പത്തെ 2 സീസണ് ഞാൻ ഒഴിവാക്കിയത്. പിന്നെ ആദ്യമൊക്കെ എനിക്ക് ഇതെന്താണെന്ന് അറിയത്തില്ല. മാത്രമല്ല എനിക്ക് ഈ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സംസാരിക്കാനോ നിൽക്കാനോ ഒന്നും എന്നെ കൊണ്ട് പറ്റൂല. എനിക്കെപ്പോഴും ദേഷ്യം വന്നാൽ ദേഷ്യം കാണിക്കും, സങ്കടം വന്നാൽ സങ്കടം കാണിക്കും. കാരണം സ്റ്റേജൊക്കെ മാറിയില്ലേ, നമ്മളെ കുട്ടീന്നൊക്കെ ഉള്ള സ്റ്റേജൊക്കെ മാറിപ്പോൾ പക്വതയും പാകതയൊക്കെ എത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കണ്ടിട്ട് അങ്ങനെ ക്യാമറ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടൊന്നും അഭിനയിച്ച് ജീവിക്കാനൊന്നും പറ്റൂല. അപ്പോൾ അത് കാരണമാണ് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചത്. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരും കൂടി ചിലപ്പോൾ നമുക്ക് ചീത്ത വിളിച്ചിട്ടോ ഇതാക്കിയിട്ടോ പിന്നെ കണ്ടതും കേട്ടോ എനിക്ക് കുറച്ച് പ്രതികരണ ശേഷി കൂടുതലായതുകൊണ്ട് അപ്പം എല്ലാം ന്യായമാണെന്ന് തോന്നുന്ന കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കും. അപ്പോൾ ചിലർക്ക് അത് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ ഇപ്പം അതിൽ എന്നെ മാത്രം ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും ഒരു 20 പേരുണ്ടെങ്കിൽ 20 പേരുടെ ആൾക്കാരായിരിക്കുമല്ലോ ബാക്കിയുള്ളത്. അപ്പോൾ അവരെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് എന്നെ താഴ്ത്തി കാണിച്ചു. അപ്പോൾ എന്തിനാണ് വെറുതെ എന്നുള്ള രീതിയിൽ അവനവൻ്റെ ഉള്ള ഒരു വിലയും കൊണ്ട് ജീവിക്കാം എന്നുള്ള അതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ നമ്മളങ്ങനെ പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ അത്യാവശ്യം ഇപ്പോൾ വർക്ക് ചെയ്ത കാര്യമാണെങ്കിൽ അതൊക്കെ ഒരു ഏകദേശം ആയിട്ടുണ്ട്. പ്രാവശ്യം നോക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവ്യൂവിൽ കഴിഞ്ഞതായിരുന്നു. എൻ്റെ ഒരു ഇത് കാരണമാണ് എൻ്റെ ഈ ടൈമിങ്ങിൻ്റെ ഒരു പ്രശ്നം കാരണം. കാരണം നമ്മൾ വിചാരിച്ച സമയത്തൊന്നും പണിക്കാർ വരികയോ അവർ വർക്ക് എടുത്തിട്ട് അവർ അടുത്ത സൈറ്റിൽ പോകും. അപ്പോൾ 2 ദിവസം വീട്ടിൽ പോയി നിന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ 2 മാസം കഴിഞ്ഞാലും വരില്ല. പോലീസ് കേസ് വഴക്ക് പിന്നെ അടുത്ത ആൾക്കാരെ കൊണ്ട് പണിക്ക് എത്രയായിട്ട് ഓടിയെത്തിയില്ല. അത് കാരണം പറ്റിപ്പോയതാട്ടോ. ഇപ്പം ഈ ഇടത്താണല്ലോ വൈറലായത്, ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്രാഭികം. അപ്പോൾ അതിൽ കുറേ കമൻസ് സോഷ്യൽ മീഡിയയിൽ കുറേ കമൻസ് നെഗറ്റീവായിട്ട് കാണാറുണ്ടോ? പല രീതിയിൽ വെറുതെ ഇരിക്കണമെങ്കിൽ കാണാറുണ്ട്. കാരണം എനിക്ക് അങ്ങനെ ഇരുന്ന് നോക്കിയിരുന്നത് ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ഇപ്പോൾ ഏകദേശം എനിക്ക് 80 ഉള്ളൂ. എൻ്റെ പ്രൊഫൈലിൽ ആരെങ്കിലും എന്തെങ്കിലും പറയണമെന്നാണ് ഞാൻ നോക്കാറുള്ളൂ. മറ്റുള്ളവരുടെ വെച്ചപ്പോൾ ഏതെങ്കിലും ഓൺലൈൻ മീഡിയാസ് എന്ന് പറയുന്നത് അവർ ആദ്യമൊക്കെ എനിക്ക് നിങ്ങളോട് ഭയങ്കര ദേഷ്യം. കാരണം എനിക്ക് എന്തിനാ ഇത്? പിന്നെ എനിക്ക് മനസ്സിലായി ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നതല്ല എന്റർടൈൻമെന്റ് വേണ്ടിയിട്ടുള്ളത് ആവശ്യമില്ലാർക്ക് അത് ഫോളോ ചെയ്യണ്ട, ഇഷ്ടമില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് പോവാം. അപ്പം ഓൺലൈൻ മീഡിയാസിന്റെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്മാരുടെയോ അല്ലാത്തവരെ ഇൻസ്റ്റാ റീൽസ് ചെയ്യുന്നവരുടെ എന്ത് ചെയ്യുന്നവരുടെ ആണെങ്കിലും അവരുടെ ഓരോരോ രീതിയിൽ ഒപ്പിയെടുക്കുക എന്നുള്ളത്. കല്യാണം ആവട്ടെ, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നിട്ട് നമുക്ക് താല്പര്യം ഇല്ലാത്തവർക്ക് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് സ്ക്രോൾ ചെയ്ത് പോയിക്കൂടെ. വീണ്ടും സജഷനിൽ വരണമെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടൂടെ, അല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റ് കൊടുത്തൂടെ. മെസ്സേജ് തരാറുണ്ടോ? പേഴ്സണൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ലെന്ന്. ചിലപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടം കൂടുതലൊക്കെ കൊണ്ടേ എങ്ങനെയെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യാനോ ചിലപ്പോൾ നമ്മുടെ സംസാരമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ നിലപാടുകളായിരിക്കും, ചിലപ്പോൾ കാഴ്ചപ്പാടുകളായിരിക്കും. എല്ലാ പേരും ഞരമ്പന്മാരായിട്ടൊന്നും അല്ല മെസ്സേജ് അയക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ റീസൺ ആയിരിക്കും. ചിലപ്പോൾ പലരും സഹായം ചോദിച്ചിട്ടായിരിക്കാം. അപ്പോൾ പലരും പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അത് കാരണം ഞാൻ അതൊന്നും അങ്ങനെ ഒന്നും ഓപ്പൺ ചെയ്യാറില്ല. അപ്പോൾ ചിലതങ്ങനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആണെങ്കിൽ മാത്രം ഞാൻ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വിടും. അത്രേ ഉള്ളൂ. എത്ര ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്? ബ്ലോക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ബ്ലോക്ക് കൂടുതലായിരിക്കും. അത് നമ്മൾ വന്നിട്ട് മെസ്സഞ്ചറിൽ നമ്മൾ
റിപ്ലൈ കാരണം ഒന്ന് ഞാൻ കാണാറില്ലടോ. കാരണം ഞാൻ കുട്ടി കുടുംബ പ്രാരാബ്ദങ്ങൾ എൻ്റെതായിട്ട് ഒരു വൺ വുമൺ ഷോ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഇതൊന്നും കാണാറ് തന്നെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഫിലിം ഫീൽഡ് എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ FB സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഞാൻ എപ്പോഴും ഡിലീറ്റ് ചെയ്തേനെ. ഇതൊന്നും എന്നെ ഒരു എൻ്റർടൈൻ ചെയ്യിക്കുക അല്ലെങ്കിൽ എൻ്റെ ഒരു ഉപജീവന മാർഗ്ഗത്തിൽ ഞാൻ ഇന്നൊരു മോണിറ്റൈസും പോലും ഒന്നിനും കൊടുത്തിട്ടില്ല. എനിക്ക് 2 lakhs സംതിങ് ഇൻസ്റ്റയിലുണ്ട്. 58,000 കൊണ്ട് യൂട്യൂബിലുണ്ട്. ഞാൻ ഇന്നുവരെ മോണിറ്റൈസും പോലും ചെയ്തിട്ടില്ല. എനിക്ക് ലോൺലെസ് വരുന്ന സമയത്ത് കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂസ് ഒരുപാടുണ്ട്, ഫാമിലി മാറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ബാക്കി കാര്യങ്ങൾ ആണും പെണ്ണും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെപ്പോലെ ഒരുപാട് പെമ്പിളർ ഇതുപോലെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഫിലിമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് മാത്രം ഇപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നെക്കാട്ടി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടും ഡിപ്രഷനായിട്ടും ആങ്സൈറ്റി ഡിപ്രഷനായിട്ടും ലോൺലെസ് ഒക്കെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഫാമിലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന പെൺകുട്ടികൾ ഒരുപാടുണ്ട്. പ്രൊപ്പോസലൊക്കെ വരാറുണ്ടോ? ഈ അമ്മാവന്മാർ ഈ സാധാരണ ഇത്രയും പ്രായത്തും കുറച്ച് അമ്മാവന്മാർക്ക് ഞരമ്പ് രോഗമൊക്കെ വരാറ് രാത്രി ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറച്ച് മെസ്സേജൊക്കെ വരാറുണ്ടല്ലോ. സാധാരണ നടിമാർക്കൊക്കെ ഉണ്ടാവുന്നതാണ്. മെസ്സഞ്ചർ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടല്ലാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രമാണ് ഞാനത് ഇൻസ്റ്റാൾ ചെയ്യലാണ്. പൊതുവേ ഞാനത് ചെയ്യില്ല. പിന്നെ നമ്മൾ ഇപ്പം ഈ എല്ലാത്തിൻ്റെ പിന്നാലെ പോയിട്ടൊന്നും കാര്യമില്ല. ഇപ്പം എന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തിട്ട് നമ്മൾ മൈൻഡ് കാരണം ഞാൻ കാണാറില്ല. ഒന്നാമത് എനിക്കിത് നോക്കിയിരിക്കലല്ലോ പണി. അതുകൊണ്ട് ഞാൻ കാണാറില്ല. മാക്സിമം കമൻറ്റ് ബോക്സിൽ വരുന്നതൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു ലൈക്കെങ്കിലും കൊടുത്ത് വിടാറുണ്ട്. കാരണം നമ്മൾ അവർ പരിചയമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു കമൻറ്റെങ്കിലും അവരിടാൻ പോരില്ല. ഒരു ലൈക്കോ എന്തെങ്കിലും ഇടുമ്പോൾ നമുക്ക് സമയമുള്ളപ്പോൾ ഒരു ലൈക്ക് തിരിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ഒരു മര്യാദ അല്ലെങ്കിൽ ഒരു മാന്യതയാണ്. അതുകൊണ്ട് അത് നമുക്കൊന്നും നഷ്ടപ്പെട്ടു പോകാൻ പോലെ. അപ്പോൾ നമ്മൾ അവരെ കൺസിഡർ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ അവർക്കൊരു സന്തോഷം. നമുക്ക് 5 പൈസ കൊടുത്തിട്ട് ഒന്നും ചെയ്യേണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ അല്ലാതെ നമ്മൾ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചീത്ത വിളിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പിന്നാലെ നടത്തിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ന്യൂസിൻ്റെ അടിയിലോ നമ്മുടെ എന്തെങ്കിലും നിലപാട് അവിടെ വ്യക്തമാക്കുമ്പോൾ അവിടെയും വന്ന് ചീത്ത വിളിക്കുമ്പോൾ ഞാൻ അങ്ങനെ വരുമ്പോൾ പോയി നോക്കും. പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് കണ്ടില്ല, അതുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞാൽ നിങ്ങൾ നോക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അതൊരു മാനസിക വൈകല്യമാണത്. എന്തെങ്കിലും അറ്റൻഷൻ കിട്ടാൻ അത് എത്രയോ പേര് പറഞ്ഞു. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇത് പോസ്റ്റ് ചെയ്ത് നിങ്ങൾ വീട്ടുകാരിത് കാണുന്നില്ലേ. അപ്പം നമ്മളെ ഇഷ്ടം കൊണ്ട് പലരും ചെയ്യാറുണ്ട്. എല്ലാവരും ഞരമ്പ് രോഗം കൊണ്ട് മാത്രമല്ല, ഇഷ്ടം കൊണ്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. ഞാൻ അങ്ങനെ കാണും. ചിലപ്പോൾ എൻ്റെ മോളോ അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ കസിൻസോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചുമ്മാ ഇരുന്നിട്ട് കമൻറ്റ് അവരായിരിക്കും മിക്കവാറും നോക്കുന്നത്. അല്ലെങ്കിൽ പേജ് മാനേജ് ചെയ്യുന്ന ടീംസ് ഉണ്ട്. ചിലപ്പോൾ മകൾക്ക് എത്ര വയസ്സായി? മോളിപ്പം 9th പഠിക്കണം. അപ്പോൾ ഈ മോൾക്ക് ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ ഉണ്ട്, അവർക്ക് അറിയണ്ടാവില്ല. ഇല്ല, എൻ്റെ ഫോൺ എൻ്റെ ഗൂഗിൾ ഐ ഡിയാണ് അവൾ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫോണിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ അവളുടെ ഫോണിലും ഉണ്ട്. കാരണം ഞാനും അവളും യൂസ് ചെയ്യുന്നത് ഒരു ഫോണായിരുന്നു. എൻ്റെ ഫോണായിട്ട് അവൾ യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഞാൻ 17 വയസ്സ് തൊട്ട് ഞാൻ +2 കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞു പിറ്റേ വർഷം എൻ്റെ കൂടെ അവളുണ്ട്. ഞാനും അവളും ഒരുമിച്ച് വളർന്നതാണ്. അവിടെ നിന്നിപ്പോൾ അവൾ 9ാം ക്ലാസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ അവളുടെ കൂടെയാണ് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയത്, അവളുടെ കൂടെയാണ് ഏവിയേഷൻ പഠിക്കാൻ പോയത്. ഞാനും അവളും ഒരുമിച്ച് വളർന്നത്. എൻ്റെ അനിയത്തിയും അവളും തമ്മിൽ 5 വയസ്സിൻ്റെ വ്യത്യാസമാണ്. ചിലരും എന്നോട് ചോദിക്കാറുണ്ട് 40 ആയോ, ഇന്നലെ ഞാൻ കാര്യം 80 മോഡലാണോ എന്ന്. എൻ്റെ മമ്മിക്ക് ഇപ്പോൾ 55 വയസ്സായി, മമ്മിയുടെ 12 വയസ്സ് പ്രസവിച്ചു. പക്ഷേ എനിക്ക് കൂടുതലും ചെറുപ്പത്തിൽ ഒരുപാട് പ്രാരാബ്ദത്തിൻ്റെ ഉത്തരവാദിത്വമൊക്കെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് ആരെയും കുറ്റം പറയലൊന്നുമില്ല. നമുക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റാത്തായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല ഇപ്പോൾ മകളിപ്പോൾ ഈ രീതിയിലുള്ള കമന്റ്സ് ഒക്കെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കാണുമല്ലോ, ഇത് ഭയങ്കര മോശം പറയാൻ പാടില്ല. അപ്പം മലയാളം കുറച്ചത് ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ പഠിച്ചത് എല്ലാവരും അങ്ങനെയാണെന്നല്ല, അതിൻ്റെ ഒരു കുറച്ചൊരു ബുദ്ധിമുട്ട് മലയാളത്തിനൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പല പ്രായം അവൾ വേണ്ടാന്ന് വെക്കുന്നത് കൊണ്ടാണ്. ഇത് കണ്ടിട്ട് അവൾക്ക് നിരാശ ഇതുമേലല്ല എന്ത് ഷെയിം തോന്നിയിട്ടെങ്കിലും അവൾ ഇതാക്കട്ടെ വെച്ചിട്ടാണ്. അവൾക്ക് കമന്റ് വായിച്ചിട്ട് ബുദ്ധിമുട്ടാവും. മലയാളം വായിക്കൽ കുറച്ചൊരു ബുദ്ധിമുട്ട്. അത് ഞാനൊരു അഭിമാനം പോലെയല്ല, ഭയങ്കര അപമാനമായിട്ട് ഞാനിത് എപ്പോഴും ഭയങ്കരമായിട്ട് അവളെ ഇറിറ്റേറ്റ് ചെയ്ത് പറയുന്നതുമാണ്. പക്ഷെ ആ സ്കൂളിൽ അവൾ പഠിച്ചത് മാള ഗ്രേസ് ഇന്റർനാഷണൽ സ്കൂളിലായിരുന്നു. അത് എൻ്റെ ഞാൻ അവൾ LKG UKG പഠിക്കുമ്പോൾ തന്നെ നന്നായിട്ട് അവൾ മലയാളം ICSE സ്കൂളിലായിരുന്നു. കടയ്ക്കൽ ICSE സ്കൂളിലായിരുന്നു. അവൾ നന്നായിട്ട് പറയുമായിരുന്നു, എഴുതുമായിരുന്നു, വായിക്കുമായിരുന്നു. പക്ഷേ ഈ ഇന്റർനാഷണൽ സ്കൂളിലോട്ട് അവൾ റെസിഡൻഷ്യൽ സ്കൂളിലോട്ട് മാറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവളുടെ ടീച്ചേഴ്സൊക്കെ ഗോവൻസ് റഷ്യൻസ് എല്ലാം ഇന്റർനാഷണൽ പുറത്തുനിന്ന് വന്ന ടീച്ചേഴ്സായിരുന്നു. അതിൻ്റെ ഒരു മൈനസാണ്. കാരണം ക്യാമ്പസിൽ സംസാരിക്കുന്നില്ല, എഴുതില്ല, പഠിക്കുന്നില്ല. അവർക്ക് അവിടെ മലയാളം ഒരു സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷോ ഹിന്ദിയോ പഠിക്കുമ്പോൾ ഒരു സബ്ജക്റ്റ് മാത്രമായിരുന്നു. ഇപ്പോൾ ഗൾഫിലൊക്കെ പഠിച്ച് വളരുന്ന ഞാൻ നാട്ടിലും കൂടെ പഠിച്ചത് കൊണ്ടാണ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് മലയാളം സംസാരിക്കുകയും പറയുകയും എഴുതുകയും ചെയ്തിരുന്നു. ഞാൻ ന്യൂ ഇന്ത്യ ഹയർ സെക്കൻഡറി സ്കൂള് റാസൽ കേമയിൽ. കാരണം ഞാൻ എൻ്റെ ചെറുതിലെ ഞാൻ നാട്ടിൽ പഠിച്ചത് കൊണ്ടാണ് എനിക്കിപ്പോൾ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നത്. കാരണം ദുബൈയിൽ നിന്നപ്പോൾ പുറത്തുനിന്ന് പറഞ്ഞാൽ ഒരു പിള്ളേരെ എനിക്ക് മലയാളം പഠിച്ചേ അറിയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന അഭിമാനത്തോട് കൂടി പറയുമ്പോൾ ഞാൻ എൻ്റെ മോളോട് പറയും. കാരണം മാതൃഭാഷ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറയുന്നത് ഭയങ്കര അപമാനം, മോശമാണെന്ന് പറയും. കാരണം ഞാനിപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല +2 കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് പറയുമ്പോൾ എൻ്റെ പാരൻസ് ഇപ്പോഴും 31 വർഷമായിട്ട് അവർ 2 വർഷമായിട്ട് ഗൾഫിൽ സെറ്റിൽഡാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ നാട്ടിൽ വന്ന് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും. ഞാൻ പറയും എന്തെങ്കിലും ഒരു ബസ് കയറി പോകണമെങ്കിൽ
ബോർഡെങ്കിലും അതിന്റെ ഗ്രാൻഡ് പറയുന്നത് ഇതാ, ബോർഡെങ്കിലും വായിക്കാൻ മലയാളം അറിയണ്ടേത്. അല്ല ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അടിയിൽ തന്നെ ഞാൻ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കാം. അവള് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ പഠിച്ചതുണ്ട്. അവിടുത്തെ യൂണിഫോം തന്നെ മിനി സ്കേർട്ടാണ്. അവളുടെ യൂണിഫോം മിനി സ്കേർട്ടാണ്. അതിപ്പം എവിടെയാണെങ്കിലും ഒരു ഇന്റർനാഷണൽ ഇത് മാനേജ് കീപ്പ് ചെയ്യുന്ന അത് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന സ്ഥലത്താണ്. അപ്പോൾ പലരും ചിലർ എൻ്റെ മോള് കാണുന്നില്ലെന്ന്, എൻ്റെ മോള് തിരിച്ചു പറയും ഇത്രയും കൾച്ചറലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏതോ ലോക്കൽസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവളുടെ സ്കൂളിൽ അവൾ ICSE സ്കൂളിൽ പഠിക്കും. അപ്പോൾ അവിടെ സപ്പോർട്ടാണ് ആക്ച്വലി. അവള് സപ്പോർട്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ 17 വയസ്സ് തൊട്ട് എൻ്റെ സന്തത സഹചാരി അവളാണ്. എൻ്റെ മമ്മിയോ എൻ്റെ അല്ലെങ്കിൽ വേറെ ആരും ഒരു പക്ഷേ ഞാനെന്നുള്ളൊരു വ്യക്തിയായിട്ടൊരു എന്താ പറയുക ഒരു 17 വയസ്സ് വരെ അവർക്ക് എന്നെ അറിയുള്ളൂ. എന്നിട്ട് എന്നെ +2 വരെ എൻ്റെ വീട്ടുകാർക്ക് എന്നെ അറിയുള്ളൂ. അത് കഴിഞ്ഞ് വേറെ ആർക്കും എന്നെ ഞാനായിട്ട് അറിയുന്നത്, ഞാൻ ശരിക്കും പുറം ലോകമായിട്ട് ബന്ധമുള്ള ഇതാകുന്നത് അവളുടെ ഒപ്പമാണ്. അവളുടെ ഒപ്പം പഠിക്കാൻ പോകുന്നു. അവളുടെ ഒപ്പം ഫസ്റ്റ് ഇൻ്റർവ്യൂ സാറ്റിലൂസിയയിൽ ഞാൻ ഏവിയേഷൻ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യണം. അവളെയും കൊണ്ട് അവളെ റിസപ്ഷനിൽ ഇരുത്തിയിട്ടാണ് പോകുന്നത്. ഞാൻ സ്കാൻ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എനിക്കെന്ത് അസുഖം വരുമ്പോൾ എല്ലാം അവളെ കൊണ്ട് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 2 വർഷമായിട്ടാണ് അവളൊന്ന് മാറിയത്. മറ്റത് എവിടെ പോയാലും കങ്കാരു കുട്ടിയെ കൊണ്ട് കിടക്കും പോലെ ഫുൾ എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ കമന്റ്സിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു കമന്റ് ആണ് ഇപ്പോൾ സാധാരണ വരുന്നത് പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചാലേ വൈറലാവുള്ളൂ, അല്ലെങ്കിൽ വൈറലായിട്ട് വീട്ടിൽ ഇതാവോ? വൈറലായത് കൊണ്ട് നിങ്ങളുടെ പേജിന് കുറച്ച് റീച്ച് കിട്ടുന്നു, നിങ്ങൾക്ക് ഇതാവുന്നുണ്ടല്ലോ, നമുക്ക് എന്താ ഗുണമുള്ളത്? അങ്ങനെ വൈറലാവാൻ നിൽക്കുന്ന ഇൻസ്റ്റയിലെ മൊത്തം പേരും വൈറലാവണ്ടേ? അങ്ങനെ ഇതാക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പം എന്താ പറയുക, ഓരോ സീസണിൽ ഓരോ ആഴ്ചകളിൽ അങ്ങനെ ഓരോരുത്തർ എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ പിന്നാലെയൊക്കെ പോകാൻ നിന്ന് അതൊക്കെ വെറും ടൈം വേസ്റ്റ്. അതിൻ്റെയൊക്കെ പിന്നാലെ നമ്മൾ വണ്ടി വലിയ ഇതായിട്ട് പോകുന്നത് വെറും ടൈം വേസ്റ്റാണ്. ഓരോരുത്തരും അവരുടെ സംസ്കാരം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ എന്താ ഇതാക്കണം. പിന്നെ ഇപ്പം ഇന്നലെ ഞാനൊരു കമൻറ്റ് കണ്ടത്, എന്തിൻ്റെയെന്ന് എനിക്ക് ഓർമ്മയില്ല. 80s 90s ഫേസ്ബുക്കിൽ വന്ന സമയത്ത് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ അമ്മാവന്മാരും ഞാൻ അത്ര കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയതാണ്. കാരണം 2-3 ദിവസമായിട്ട് എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. അപ്പോൾ അത് കാരണം BP ഒക്കെ ഭയങ്കര ഹൈ ആയി. അങ്ങനെയൊക്കെ കുറച്ച് വിഷയങ്ങൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഈ മേക്കപ്പ് ഇട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ഞാനായിട്ടാണ് പോകുന്നത്. ഞാൻ അവിടെ എൻ്റെ മകളുടെ എന്താ അമ്മയാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ മകളാണ്, അല്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു പവർ ഉടുപ്പിട്ടിട്ട് തൂക്കൽ തുടക്കൽ പാത്രം കഴുകൽ തുണി കഴുകൽ, പിന്നെ ഞാൻ എൻ്റെ ഇതിലോട്ട് പോകുന്ന ഒരാളാണ്. ഇവിടെ വരുമ്പോൾ എനിക്ക് അതുപോലെ വരാം. ഇപ്പോൾ മാർക്കറ്റിൽ മീൻ മേടിക്കാൻ പോകുമ്പോൾ എനിക്കിപ്പോൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ എനിക്ക് വരാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ 10 പേര് തിരിച്ചറിയുന്നു. അറിഞ്ഞാലും ഇനിയിപ്പോൾ അതിനായിരിക്കും അടുത്ത കമൻറ്റ്, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ ശരി. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിലല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യത്തിനും അപ്പോൾ ഈ അമ്മാവനും അമ്മായി കുറച്ച് ആൾക്കാർ വന്നതിന് ശേഷമാണ് ഫേസ്ബുക്ക് ഇത്രത്തോളം ഭയങ്കരമായിട്ട് മോശമാവാൻ തുടങ്ങിയൊരു കമൻറ്റ്. ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുക്കണമെന്ന് വെച്ചിട്ട് അതിനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. അത് നല്ലൊരു കമൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ അടുത്ത കാലം തൊട്ടാണ് ആൾക്കാർ എന്ന് വെച്ചാൽ ഒന്ന് ക്ലീവേജോ ഒന്ന് നേവലോ ഒന്ന് വയറിൻ്റെ ഒന്ന് സൈഡ് കണ്ടു കഴിഞ്ഞാൽ അവൾ പിന്നെ മറിച്ചതാണ് വായി തോന്നുന്ന വൃത്തിയുടെ കൂടെ. അത് ഈ മറ്റതും മറിച്ചതൊന്നും ആവുന്നവർക്ക് ഇങ്ങനെ ഇതാക്കട്ടെ. അവർ പറഞ്ഞിട്ടും അല്ലെങ്കിൽ പൊട്ടും കുറിയൊക്കെ ഇട്ട് നല്ല മാന്യമായിട്ട് ഡീസൻ്റ് ആയിട്ട് നടന്നിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കട്ടെ. ഈ മറ്റതും മറിച്ചെന്ന് പറയുമ്പോൾ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യാറുണ്ടോ? അങ്ങനെ കുറേ അപ്രോച്ച് ചെയ്യാൻ ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനും എന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ അപ്രോച്ച് ചെയ്യില്ല. കാരണം എൻ്റെ നിലപാടുകളെല്ലാം വ്യക്തമായിട്ട് ഞാൻ അവിടെ എഴുതാറുള്ളത് കൊണ്ട് എന്നെ ഡയറക്റ്റ് അറിയുന്ന എനിക്ക് 27,000 പേര് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യൻ ഇതാക്കില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ എന്നെ അറിയുന്നതോ എന്നെ ഡയറക്റ്റ് അറിയുന്നതോ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം നിങ്ങൾ ഉൾപ്പെടെ എൻ്റെ അടുത്ത് ഈ നിമിഷം വരെ റെസ്പെക്റ്റ് ഇല്ലാതെ നിന്നിട്ടില്ല, പെരുമാറിയിട്ടില്ല. ഇപ്പം നിങ്ങൾ എന്നോട് പറയുന്നു ഒന്ന് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്ത് തരുന്നത് എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് റെസ്പെക്റ്റിൽ പെരുമാറുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പം നിങ്ങളിപ്പോൾ ഇതിട്ട് വൈറലാക്കിയിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ഇത് അരി വെന്തിട്ടല്ല ആണോ? ഇപ്പം നമ്മളോട് റെസ്പെക്റ്റിൽ എൻ്റെ അടുത്ത് ആരും റെസ്പെക്റ്റിൽ പെരുമാറി. കാരണം ഞാൻ ഇപ്പോൾ വളരെ കുറച്ച് കാലം കൊണ്ട് ഞാൻ നടി എന്നതല്ലല്ലോ, ഞാനൊരു പ്രൊഡ്യൂസറായിട്ട് ഫിലിം ഫീൽഡിൽ വന്ന ഒരാളാണ്. പിന്നെ ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്. ഇതിനൊക്കെ മുമ്പ് എൻ്റെ ഫീൽഡ് ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്. ഞാനൊരു എയർ ഹോസ്റ്റസ് ആയിരുന്നു. ഞാൻ 24 hours മിനി സ്കേർട്ട് വിട്ട് നടന്ന ഞാനാണ്. ഇപ്പോഴാണ് ഞാൻ ഈ ഫിലിം ഫീൽഡിൽ വരെ ഇപ്പോൾ ചെയ്തപ്പോഴേ എനിക്ക് മര്യാദയ്ക്ക് എനിക്ക് തോന്നിയുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കമന്റ്സ് വരുന്നത് ഈ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടാണ്. ഞാൻ മറ്റുള്ളവരുടെ കമന്റ്സ് വിമർശനങ്ങൾ കൂടുതൽ വരുന്നത് ഈ ഡ്രസ്സിന്റെ ആ ഒരു വെച്ചിട്ടാണോ വരുന്നത്? വിമർശനം കൂടുതൽ വരുന്നത് എനിക്കറിയാം. നിങ്ങളുടെയൊക്കെ പേജിൻ്റെ അടിയിൽ എന്തെങ്കിലും പറഞ്ഞെങ്കിലും ഉള്ളൂ കേട്ടോ. അല്ലാതെ എൻ്റെ ഇതിൻ്റെ അടിയിലോ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിലോ ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് എന്നാൽ പിന്നെ കുറച്ചൊന്ന് ഇതാക്കാം എന്നുള്ളത് മുഖമോ പേരോ അഡ്രസ്സോ ഉള്ള ഒരു മനുഷ്യനും എൻ്റെ ഇതിൽ ഈ നിമിഷം വരെ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാം. ഇനിയിപ്പോൾ ഇത് കണ്ടതിന് ശേഷം അത് നമ്മൾ ഇത്ര വീക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ആ ലാസ്റ്റ് ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് മറ്റേ ആ സാരിയുടെ ഇല്ലേ, ആ സാരിയുടേത് ഞാൻ അവിടെ നിന്ന് വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് ഓടിപ്പാഞ്ഞ് ഞാൻ വന്നപ്പോൾ തന്നെ ലേറ്റായി ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പകുതിയോളം കഴിഞ്ഞ്. കാരണം ഒന്നാമത് എനിക്ക് അത്യാവശ്യം പ്രശ്നം കാര്യങ്ങൾ എനിക്ക് താഴോട്ട് നോക്കി നടക്കാൻ പറ്റില്ല. അപ്പോൾ
ഞാനിന്നിപ്പോൾ ഇന്നൊരു പിന്നെ ഇവിടെ അടുത്ത് കുത്തി വെച്ചു. കാരണം ഇനി അതിൻ്റെ പേരിൽ ഇനി അത് കണ്ടിട്ട് ഇനി ഓർഗാസം കൊള്ളാനും അത് കണ്ടിട്ട് ഇനി ഇപ്പോൾ എറക്ഷൻ വന്നിട്ട് എന്നെ ഇനി വായിത്തോന്ന് പറയാനൊരു കാരണം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു വയറിൻ്റെ സൈഡിൻ്റെ അതും എന്നിട്ട് പറഞ്ഞ് വയറ് മത്തങ്ങ. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, എനിക്ക് എൻ്റേതായിട്ട് ഇതുണ്ട്. ഒരു വയറിൻ്റെ സൈഡ് കണ്ടവന് അവിടെ സ്ലീവ്ലെസ് ഇട്ട് വന്നവരുണ്ട്, അരപ്പാവാട ഇട്ട് വന്നവരുണ്ട്, ജീൻസ് ഇട്ട് വന്നവരുണ്ട്. പക്ഷേ അവരാരും വേറെ ആരും മൈൻഡ് ചെയ്യാത്തത് കൊണ്ടോ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വരാത്തതുകൊണ്ടോ ഇതാക്കുന്നില്ല. 5 ഇപ്പോൾ ചോറ്റാനിക്കര മറ്റേ ടെമ്പിൾ അവർ പെർമിഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. സിനിമാക്കാർക്ക് വിട്ടുപോയിരുന്നു ഇവളേക്ക് ആര് അമ്പലത്തിൽ കയറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അമ്പലത്തിൽ കയറാനുള്ള പെർമിഷൻ അവർ കൊടുത്തത് കൊണ്ടാണ് അവിടെ പൂജ വെച്ചത്. അവിടെ പൂജ വെക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അപ്പം ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടായിരിക്കില്ല ഞാൻ അവിടെ പോകുന്നത്. കാരണം എൻ്റെ ഫ്രണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക അവരുടെ ബന്ധുക്കൾ, സിനിമ വയ്ക്കുന്ന ആൾക്കാരുടെ ബന്ധുക്കളും അവരുടെ കൂട്ടുകാരൊക്കെയാണ് അവിടെ വരുന്നത്. അഭിനയിക്കുന്നവർ മാത്രമല്ല. ഞാൻ പോയത് അതിൻ്റെ അണിയറ പ്രവർത്തകരെല്ലാം എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം നമ്മൾ അവർ വിളിക്കുമ്പോൾ പോകാതിരിക്കുമ്പോൾ നമ്മളെന്തോ ഭയങ്കര സംഭവമായി എന്നൊരു തോന്നൽ അവർക്കും വരും. ഓക്കെ, ജിപ്സാബീഗത്തിൻ്റെ വരുമാനം എങ്ങനെയാണ്? എൻ്റെ വരുമാനം എടോ, ഞാൻ 17ാമത്തെ വയസ്സ് തൊട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ +2 കഴിഞ്ഞ് എന്നെ കെട്ടിച്ചു വിട്ടതാണ്. എന്നെ ഏകദേശം എൻ്റെ പഴയ ഫോട്ടോസ് കണ്ടറിയാം അത്യാവശ്യം വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള. ഞാൻ പറഞ്ഞില്ല, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇന്ന് വരെ മോണിറ്റൈസേഷൻ ചെയ്തിട്ടില്ല. അതിൽ നിന്ന് ഒരു വരുമാനം ഞാൻ ഇന്ന് വരെ ഇവിടെ പോലും ഞാൻ 5 പൈസയുടെ റെമുനറേഷൻ പറഞ്ഞിട്ടോ പൈസ ഫിക്സ് ഇതാക്കി പറഞ്ഞ അല്ല. ഇവിടെ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണ് ഞാൻ ഇന്ന് പ്രിയർ എടുത്ത് വന്നത്. കാരണം അത് ക്വാളിറ്റിയുള്ള സാധനമായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ ഞാൻ വല്ല ഞാൻ ഇതിൽ നിന്ന് ഇപ്പോൾ ഫിലിമിലാണെങ്കിൽ പോലും എൻ്റെ പൈസ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ആ പൈസ ഇന്ന് വരെ കിട്ടിയിട്ടില്ല, നല്ലൊരു എമൗണ്ട്. അതിന് വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതും പ്രൊഫഷണലായിട്ട് തന്നെ ഞാൻ അത് ചെയ്തിട്ട് വന്നാളാണ്. ഞാൻ ആരുടെ മൂഡ് താങ്ങിയിട്ടോ ആരുടെ അടുത്ത് പോയിട്ടോ ഓച്ചാഴ്ച നിന്നിട്ടോ ഇതാക്കിയിട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റേതായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഫാഷൻ ഡിസൈനറാണ്. എനിക്ക് കാലിക്കറ്റ് 4 ബോട്ടിക് ഉണ്ടായിരുന്നു, എനിക്ക് റിയൽ എസ്റ്റേറ്റ് ഓഫീസ് ഉണ്ടായിരുന്നു, ഞാൻ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ മാത്രമല്ല ഞാൻ ചെറിയ പ്രായം തൊട്ട് സ്വന്തമായിട്ട് പഠിച്ച് അധ്വാനിച്ച് ജോലി മേടിച്ച് എൻ്റെ ഫാമിലി ഞാൻ സെറ്റിൽഡ് ചെയ്ത് ഞാൻ അത്രയും സെറ്റിലാക്കി. പിന്നെയാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ഭയങ്കര കുഞ്ഞിലെ ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമ അഭിനയിക്കണം അല്ലെങ്കിൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ. പക്ഷേ അത് നമുക്കൊന്നും അങ്ങനെ ഓടി നടന്ന് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഓക്കെ, ഇപ്പോൾ പറഞ്ഞതൊക്കെ പാസ്റ്റാണ്. ആയിരുന്നാണ്. നിലവിലത്തെ വരുമാനം എങ്ങനെയാണ്? ട്രേഡിങ് ചെയ്യുന്നുണ്ട്. ട്രേഡിങ് ഇതാക്കണമല്ലോ. ട്രേഡിങ് ആണ്, അല്ല സിനിമ അല്ല എൻ്റെ വരുമാനം. ട്രേഡിങ് ഉണ്ട്, ട്രേഡിങ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഞാനിപ്പോൾ ഇതുപോലെ റിയൽ എസ്റ്റേറ്റ് ഭയങ്കര മോശമാണ്. കാരണം ഇപ്പോഴത്തെ എൻ്റെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് എനിക്കിപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങി വിൽക്കില്ല, എനിക്ക് നടക്കത്തില്ല. കാരണം എൻ്റെ നല്ലൊരു എമൗണ്ട് പുറത്ത് പോയി. ഇതെല്ലാം ആരും തന്നല്ല. ഞാൻ ഈ നിമിഷം വരെ ഒരു മനുഷ്യൻ്റെ ഒരു ഗ്ലാസ് ചായ പോലും ഓസിന് വേണ്ടി എൻ്റെ പൈസ മാത്രമേ മറ്റുള്ളവരുടെ കിടക്കുന്നുള്ളൂ. ഒരു മനുഷ്യൻ്റെ പൈസയ്ക്ക് ഞാൻ ഇന്ന് വരെ ഔദാര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് പരസ്യമായിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കാനുള്ള വോയിസ് ഉണ്ടല്ലോ. ഈ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുന്ന ഒരാളും അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഞാനൊന്നും വാങ്ങിയിട്ടില്ല. ആരും ഒരു രീതിയിലും ഞാൻ അങ്ങോട്ട് പോയി ഡിസ്റ്റർബ് ചെയ്യുമോ ഇങ്ങോട്ട് പറഞ്ഞവരെ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്ത് നിർത്തിയിട്ടേ ഉള്ളൂ. എൻ്റേതായിട്ടുള്ള വരുമാനം ഇതാണ്. ഞാൻ ഫിനാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു, നല്ലൊരു എമൗണ്ട് അവിടെ ഇതാവുന്നില്ല. ഞാൻ ശ്രീലങ്കയിൽ ഒരു കമ്പനിയിൽ എക്സ്പോർട്ടിംഗ് ആൻഡ് പർച്ചേസിംഗ് മാനേജറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ലോക്ക്ഡൗൺ വരെ. അതേപോലെ അതിനുശേഷം ലോക്ക്ഡൗൺ വന്നപ്പോൾ ഞാൻ PWD വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. 3 സൈറ്റ് ഞാൻ ചെയ്തു. വൈക്കത്ത് സബ്സ്റ്റേഷൻ്റെ വർക്ക് എടുത്ത് ചെയ്തു. ഇതൊക്കെ എൻ്റെ ജോബാണ്. ഇതൊന്നും എൻ്റെ പ്രൊഫഷനില്ല. സിനിമാ നടി എന്ന് പറയുന്നത് 500 കഴിഞ്ഞാൽ പലർക്കും കിട്ടുന്നത്. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഞാനൊരു കോ-പ്രൊഡ്യൂസർ ആയതുകൊണ്ടും ഞാൻ ഒരു എന്താ പറയുക ഒറ്റ ദിവസമാണെങ്കിൽ ഒരു ഗസ്റ്റ് റോൾ ചെയ്യണമെങ്കിൽ ഞാൻ അത് അത്രത്തോളം ഞാൻ പറഞ്ഞിട്ട് ഇതാക്കുന്നത് കൊണ്ട് മാത്രമാണ്. എനിക്കിപ്പോൾ പലരും പറയുന്നുണ്ട്, ഇപ്പോൾ മെയിൻലി നിൽക്കുന്ന മെയിൻ ഫീൽഡിൽ നിൽക്കുന്ന മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന സോഴ്സിൽ ഇപ്പോൾ ആദ്യത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാരവാൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് വരുന്നതും ഞാനൊരു പ്രൊഡ്യൂസറായിട്ട് വന്നതുകൊണ്ട് എല്ലാ സ്ഥലത്തും തരംതിരിവുണ്ട്. അവരൊക്കെ എന്നെക്കാട്ടി എത്രയോ സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഈ സോഴ്സിലേക്ക്. അപ്പോൾ പുള്ളിക്കാരിക്ക് പോലും അതുകൊണ്ട് ക്യാരവാനിൻ്റെ കറക്റ്റ് വിട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇതാക്കിയിട്ടുണ്ടെന്ന്. പക്ഷേ ഞാനൊരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഞാൻ എത്ര അവിടെ ഇട്ടു എന്നുള്ളതല്ല, ഞാൻ എൻ്റെ ഒരു സ്ഥാനം എവിടെയും ഞാൻ എൻ്റെ ഒരു സ്ഥാനം ഞാൻ ഉറപ്പിച്ചിട്ട് മാത്രമേ പോകാറുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് അവിടെ റെസ്പെക്ട് കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് റെസ്പെക്ട് കിട്ടുന്ന സ്ഥലത്തല്ലാതെ ഞാൻ പോകാറില്ല, ഞാൻ നിൽക്കാറില്ല. കാരണം അത് ഞാൻ എൻ്റെ ചെറിയ പ്രായം തൊട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണ്. അത് ചിലപ്പോൾ നാളെ എനിക്കിപ്പോൾ ഞാൻ ചെയ്യാത്ത ഒരു പണിയില്ല. ഞാൻ പറയില്ലേ, ആണുങ്ങൾ മാത്രം ചെയ്യുന്ന ആണുങ്ങൾ മാത്രം പണി ചെയ്യുന്നൊക്കെ കേട്ടില്ല. PWD വർക്കൊക്കെ അപ്പൊ ഞാനത് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് അതിനുള്ള ഗട്ട്സ് ഉണ്ട്. ഞാൻ മുമ്പേ ആ ഫീൽഡിൽ ഉണ്ടായിട്ടല്ല. കാരണം ലോക്ക്ഡൌൺ വേറൊന്നും ചെയ്യാനില്ല, എനിക്ക് കൈ നീട്ടാൻ വേറെ ആരുമില്ല. വീട്ടുകാർ ധാരാളം മുഴുവൻ തന്നിട്ട് കെട്ടിച്ചു. എനിക്ക് വീട്ടുകാരോട് പോയിട്ട് പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അതങ്ങനെ തന്നെ പറയണം, അതൊരു ഭാഗ്യം തന്നെയാണ്. വീട്ടുകാരും ദാരിദ്ര്യത്തിലല്ല ജീവിക്കുന്നതെന്ന് മാത്രമല്ല എല്ലാവരും വെൽ സെറ്റിൽഡ് ആണ്. എൻ്റെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഫാമിലിയും കൂടിയാണത്. അത് ഇപ്പോൾ പലരും ദാരിദ്ര്യമൊക്കെ പറഞ്ഞതാക്കുമ്പോൾ അത് എൻ്റെ ഒരു കഴിവല്ല. അത് അങ്ങനെ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചെന്നുള്ളതും അല്ലെങ്കിൽ നല്ലൊരു വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുടുംബത്തിൻ്റെ ഭാരം എൻ്റെ ഇല്ല. എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കിയാൽ മതി. പിന്നെ ലൈഫിലുണ്ടായ ട്രാജഡി ഞാൻ അതിനെ മറികടന്നിട്ട് വന്നിട്ടുള്ളതാണ്. എനിക്ക് ആരോടും പരാതി പറയാനില്ല, ആരോടില്ല. ആരെന്ത് ചെയ്യുന്നോ അവർക്കുള്ളത് ദൈവം കൊടുക്കും എന്ന് കൊടുത്തിട്ടുമുണ്ട് എന്ന് കർമ്മ എന്ന് പറയുന്ന ഒരു അതിൽ ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്.
അപ്പം നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ നമുക്കത് ഇന്നല്ലെങ്കിൽ നാളെ അത് എന്താ പറയാ ഇന്നത്തെ പാടത്ത് ഇത് വരമ്പത്ത് പോയി. ഇതേപോലെ തന്നെ കമന്റ്സിൽ റിപ്പീറ്റ് ആയിട്ട് പലരും ചോദിക്കണം, പലർക്കും ആഗ്രഹം ഉണ്ട് പറഞ്ഞാല് എത്ര ഏജ് വയസ്സ് എത്രയായി എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്നിട്ട് വേണം നാളെ എടിബോഡി എല്ലാവർക്കും നിങ്ങൾ ഉൾപ്പെടെ വിളിക്കാനല്ലേ വയസ്സ് കുറവ് ചേച്ചി വിളിക്കുന്നത് എല്ലാവർക്കും നാളെ എടിബോഡി വിളിക്കാം. വയസ്സ് കുറവാണോ? 25 to 30. 25 എന്തുവാടാ 30 കഴിഞ്ഞു. അല്ല തീർച്ചയായും ഈ തടി കൂടുന്നതനുസരിച്ച് ചിലർക്ക് തടി പ്രായം കൂടിക്കും. ചിലർ ആന്റി എന്നൊക്കെ വിളിക്കാറുണ്ട്. ആന്റി എന്ന കമന്റില് വിളിക്കട്ടെ. കാരണം ഞാൻ എന്റെ ആന്റിന്ന് വിളിക്കണമല്ലോ. 17ാമത്തെ വയസ്സിൽ ഞാൻ എന്നെ കെട്ടിച്ച് കൊണ്ടുപോകുമ്പോൾ അവിടെ പിന്നെ പുള്ളിയുടെ പെങ്ങളുടെ മക്കൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അവരൊക്കെ എന്നെ അമ്മായിന്ന് വിളിക്കാൻ മടി കാരണം അവരെന്നെ ഭാബിന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ മുറ കൊണ്ട് ഞാൻ അവരുടെ മാമാന്റെ മീൻസ് അങ്കിളിന്റെ വൈഫ് തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ട് അത് നല്ലതല്ലേ. ഇപ്പൊ ആരെങ്കിലും തള്ളേന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ 17ാമത്തെ വയസ്സിൽ എന്റെ കുഞ്ഞിനെ പ്രസവിച്ചൊരു അമ്മയാണ്. അപ്പൊ നമ്മള് ഇതിന് പോകുമ്പോ 17 വയസ്സ് കഴിഞ്ഞിട്ട് എത്ര വയസ്സായി? അല്ല ഇപ്പൊ എന്റെ അഡ്രസ്സ് കൊച്ചിയിലാണെങ്കിൽ ഞാൻ 2014 അല്ല ഞാൻ അവരുടെ കുടുംബത്തിൽ എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത്, ഭാബി അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ് വിളിക്കുന്നത്. എന്റെ അങ്ങനെ എന്റെ നാട്ടിലും എന്റെ വീട്ടിലും അങ്ങനെ. അപ്പൊ ഞങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് എത്ര വയസ്സായി കറക്റ്റ് പറയും? എന്തിനാണ് ഇപ്പൊ കാരണം എന്റെ മോളെ വെച്ചിട്ട് എല്ലാവരും അതിൽ ചെറുതില് മമ്മൂക്കാടെ ജോർജേട്ടൻ വരെ ഞാനിപ്പോൾ ഒരു ഫംഗ്ഷനോ അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് മോളെ ഇങ്ങനെ കൊച്ചിനെയും കൊണ്ടുവരുമ്പോൾ എല്ലാവരും വിചാരിക്കില്ല മോൾക്ക് ഭയങ്കര പ്രായമുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർ പേര് പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു അതെനിക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ എനിക്കൊരു പ്രൊട്ടക്ഷനാണ്. എനിക്കൊരു കുഞ്ഞുണ്ട് എന്ന് പറയുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് എത്ര പ്രായമാവട്ടെ, ചിലപ്പോൾ ഇപ്പോൾ എനിക്കിപ്പോൾ 50 ആവട്ടെ, എൻ്റെ മമ്മിക്ക് 50 ചിലപ്പോൾ എനിക്ക് 50 ആയിക്കോട്ടെ, എന്നാലും അതെന്ന് പറയുന്നത് നമുക്ക് എത്ര പ്രായമുണ്ട് എന്ന് പറയുന്നത് നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം. ഞാൻ അങ്ങനെ ചിന്തിക്കണം കേട്ടോ. ക്യൂട്ട്നെസ് വാരി മെഴുകി നമ്മൾ ഭയങ്കരമായിട്ട് ഇതാക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുമ്പോൾ നിങ്ങൾ തന്നെ എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങളെക്കാട്ടും പ്രായം കുറവാണെന്ന് പറഞ്ഞാൽ എടിപൊടി നിങ്ങൾ വിളിക്കത്തില്ല. അല്ല എനിക്ക് ചേച്ചി എന്ന് വിളിക്കണം. എനിക്ക് ചെറുതിൽ തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ മാത്രമല്ല ഞാൻ 19ാമത്തെ വയസ്സ് തൊട്ടാണ് ഞാൻ ഈ ബിസിനസ്സിലോട്ട് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ലിബിനുണ്ട്. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളിയും ഞാനും ഒരു വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അന്ന് എനിക്കൊരു 21 വയസ്സിലാണ് ഞാൻ ഡിവോഴ്സ് ആവുന്നത്. ആ ടൈമിൻ്റെ സമയത്താണ് അമ്മ പറഞ്ഞത് നീ മെച്ചൂരിറ്റി എത്രത്തോളം കാണിക്കോ നിനക്ക് അത്ര റെസ്പെക്റ്റ് കിട്ടും, നിനക്ക് അത്രത്തോളം നീ എത്രത്തോളം അറിവ് നിൻ്റെ ലൈഫിൽ നേടുന്നു. കാരണം പുള്ളി ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ പുള്ളി പറയുന്നത് പുള്ളിക്ക് കഷണ്ടി തന്നെയുണ്ട്. പുള്ളി പറഞ്ഞു എനിക്കിപ്പോൾ ഈ 21ാമത്തെ വയസ്സിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ വിഗ് ഇല്ല കഴിക്കാം ഞാതാ വന്ന്. അപ്പോൾ പുള്ളി പറയുന്നത് വെച്ചാൽ എനിക്ക് വിഗ് വയ്ക്കാനും അറിയത്തില്ല. പക്ഷേ ഈ 21ാമത്തെ വയസ്സിൽ ഞാൻ ഈ 1500ഓളം സ്റ്റാഫുകളെ മാനേജ് ചെയ്യുമ്പോൾ അവരെന്നെ റെസ്പെക്ട് ചെയ്യുന്നത്. ഞാനൊരു കാര്യം അവരോട് റിക്വസ്റ്റ് ചെയ്യാനില്ല, ഞാൻ കമൻറ്റ് ചെയ്യുമ്പോൾ അവരെന്നെ അനുസരിക്കുന്നത് എൻ്റെ ഇതുള്ളതുകൊണ്ടാണ്. എൻ്റെ കാഴ്ചയ്ക്ക് ഒരു പ്രായം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഫേമസ് ആയപ്പോൾ ലിച്ചിക്ക് എതിരാളിയായെന്നാണ് എല്ലാവരും പറയുന്നത്. അത് എവിടെ കൊണ്ട് ലിച്ച് ഏത് വീട്ടിൽ അവര് പുള്ളിക്കാരി വർഷങ്ങളായിട്ട് സിനിമ ആ ഒരു എടോ എൻ്റെ ഒരു വരുമാന മാർഗമോ എൻ്റെ ഒരു പ്രൊഫഷനോ ഫിലിം അല്ല, എൻ്റെ പാഷൻ ലിച്ചിക്ക് എവിടെ കൊണ്ട് ഞാൻ കണ്ടില്ല, ഞാൻ കമന്റ്സ് ഒന്നും കണ്ടില്ല. കാരണം അതിനൊന്നും പറ്റിയ ഇതിലല്ലായിരുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങളായിട്ട് എൻ്റെ ഫാമിലി ഫുഡ് റെഡിയാണ്. നിങ്ങളെ കഴിച്ചിട്ടില്ലേ?